തിളംകുളം മഹാദേവ ക്ഷേത്രത്തിലെ 11ാമത് മഹാരുദ്രത്തിൻ്റെയും പ്രഥമ മഹാശിവ പുരാണയജ്ഞത്തിൻ്റെയും ദീപപ്രോജ്വലനം ഇന്ന് നടന്നു കഴിഞ്ഞു. കേരളത്തിൻ്റെ ആദരണീയനായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ് ഭദ്രദീപ പ്രോജ്വലനം നടത്തിയത്. വലിയ പ്രൗഢമായ ഒരു സദസ്സ് ഇതിന് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നു. ഓഗസ്റ്റ് 5 മുതൽ 15 വരെ നടക്കുന്ന 11 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രവും 11 ദിവസം തന്നെ നീണ്ടു നിൽക്കുന്ന ശിവപുരാണ യജ്ഞവും ഒരുമിച്ചാണ് ഓഗസ്റ്റ് 15-ാം തീയതി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇതാദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ മഹാരുദ്രവും ശിവപുരാണ യജ്ഞവും രണ്ട് വ്യത്യസ്ത കർമ്മങ്ങൾ, ഒന്ന് യജ്ഞവിധി പ്രകാരമുള്ളതും ഒന്ന് യാഗവിധി പ്രകാരമുള്ളതുമായ രണ്ട് കർമ്മങ്ങൾ ഒരേ സമയം നടക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും അപൂർവമായിട്ടാണ് മഹാശിവപുരാണ യജ്ഞം നടന്നിട്ടുള്ളത്. വളരെ വിശേഷപ്പെട്ട വിധിയാണ് മഹാശിവപുരാണ യജ്ഞത്തിനുള്ളത്. അതായത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗം, ആ ശിവലിംഗത്തിലാണ് പൂജകളും ഭസ്മാഭിഷേകം പോലുള്ളത് നടക്കുന്നത്. അതേസമയം തന്നെ ശില കൊണ്ടുള്ള ഒരു ശിവലിംഗത്തിൽ ഭക്തർ നേരിട്ടാണ് അഭിഷേകങ്ങൾ നടത്തുന്നത്. വിവിധ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളാണ് ഈ ശിവലിംഗത്തിൽ നടക്കുന്നത്. അത് ഭക്തർക്ക് നേരിട്ടുള്ള പങ്കാളിത്തം ഉള്ളതുകൊണ്ട് ഒരു ആത്മാർപ്പണം തീർച്ചയായും ഭഗവാനോട് ഭക്തർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം. ഏറ്റവും അവസാനം ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗം പൂജ ഏറ്റുവാങ്ങിയ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തെ അതിനെ പൊടിച്ച് അതാണ് ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്നത്. അത്തരം വിശേഷപ്പെട്ട വിധികളോടുകൂടിയ രണ്ട് കർമ്മങ്ങൾ ഈ ക്ഷേത്രത്തിൽ തുടർന്നുള്ള വരുന്ന 11 ദിവസവും നടക്കുകയാണ്. അന്നപ്രസാദം ആണ് മഹാശിവപുരാണ യജ്ഞത്തിനെങ്കിൽ രുദ്രാക്ഷം, അഭിഷേകം നടത്തിയ രുദ്രാക്ഷമാണ് മഹാരുദ്രത്തിന് പ്രസാദമായി കിട്ടുന്നത്.